റമദാൻ മാസത്തിൽ നമുക്കൊന്ന് മക്കയിലും മദീനയിലും പോയി വന്നാലോ? നമ്മളിപ്പോൾ ഉള്ളത് മഹദിൻ പബ്ലിക് സ്കൂളിലാണ്. ഇവിടുത്തെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവരുടെ മദ്രസ പഠനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന MLF മഹദിൻ ലേണിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹജ്ജിൻ്റെയും ഉംറയുടെയും സ്റ്റിൽ മോഡലുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അപ്ഡേറ്റ്സ് ടീം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് ഹജ്ജിൻ്റെ ഒരു ചെറിയ മോഡലാണ്. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ 5ആണ്. അപ്പോൾ 5ാമത്തെ അവസാനത്തേത് ഹജ്ജ് ചെയ്യലാണ്. കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക. ഹജ്ജ് ചെയ്യുക കാരണം സാമ്പത്തികമായും ആരോഗ്യപരമായും വഴിയിൽ കഴിവുള്ളവന് മാത്രമേ ഹജ്ജ് ചെയ്താൽ മതി. ഇപ്പോൾ അഥവാ വഴി കഴിവുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഉപദ്രവമോ ഒരു യുദ്ധമോ ഒന്നുമില്ലാതെ സുഖമായി അവിടെ എത്താൻ കഴിയുന്ന അതാണ് വഴിയിൽ കഴിവുള്ളവുക പറയാം. ഇത് കാബയാണ്, ഇതാണ് ഹിജ്ർ ഇസ്മായിൽ, ഇത് സ്വർണ്ണപ്പാത്തി, പിന്നെ ഇതാണ് ഇബ്രാഹിം മഖാം. ഇവിടെയാണ് നമ്മൾ തവാഫ് ചെയ്യുക. 7 തവണ ചുറ്റുന്നതിനാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്. ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്ന് നേരെ നിന്നാണ് കാബ നമ്മുടെ ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത് ആക്കിയാണ് നാം തുടങ്ങേണ്ടത്. പിന്നെ ഇത് സഫ മർവ സായ ചെയ്യണം നാം ഇവിടെ. ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ചരിത്ര സ്മരണയ്ക്ക് വേണ്ടിയാണ് നാം ഇവിടെ 7 തവണ നടക്കുന്നത്. ഇത് മിനകളാണ്. നാം ഓരോ ദിവസവും രാത്രി രാപ്പാർക്കുന്ന സ്ഥലമാണിത്. ഇത് മുസ്ദലിഫ. ഇത് ദുൽഹിജ്ജ 9 നാം രാത്രി രാപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നാം ജംറകൾക്ക് എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുന്നത്. അത് 3 ജംറകളാണ്: ജംറത്തുൽ അക്കബ, ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത. ഇവിടെയാണ് നാം 7 കല്ലുകൾ എറിയേണ്ടത്. പിന്നെ ഇതാണ് അറഫ മല. ഇതാണ് ജബൽ റഹ്മാൻ. നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കയറി ദുആ ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്നും ആളുകൾ വന്ന് ദുആ ചെയ്യാറുമുണ്ട്. ഇതാണ് വ്യത്യസ്ത മീഖാത്തുകളാണിത്. ദുൽ ഹുലൈഫ മദീനയിൽ സ്ഥിതി ചെയ്യുന്നു. അൽ ജുഹഫ മക്കയിലെ റാബിഗ് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നു. കർണൽ മനാസിൽ തോയിഫിൽ സ്ഥിതി ചെയ്യുന്നു. ദാത്തുൽ ഇർഖ് മക്കയിൽ സ്ഥിതി ചെയ്യുന്നു. മസ്ജിദുൽ അലംലം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. മസ്ജിദുൽ ആയിഷ മദീനയിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഖുർആനിലെ സൂറത്തുൽ ആലി ഇമ്രാനിൽ 96ാമത്തെ ഒരു ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഭവനമാണ് കഅബ. അത് മുബാറക്കുള്ളൊരു സ്ഥലമാണ്, ഹിദായത്തുള്ളൊരു സ്ഥലമാണ് കഅബ. മനുഷ്യർക്ക് ജനങ്ങൾക്ക് മുബാറക്ക് നൽകുന്ന സ്ഥലമാണ് കഅബ. ഇതാണ് ആ ആയത്തിൻ്റെ അർത്ഥം. ഇതാണ് സംസം കിണർ. വളരെ പരിശുദ്ധമായ കുടിച്ചാൽ പ്രതിഫലം ലഭിക്കുന്ന, രോഗശമനം ലഭിക്കുന്ന വെള്ളമാണിത്. ഇത് ഒറിജിനൽ സംസം വെള്ളമാണ് ഇതിന് അകത്തുള്ളത്. ഇബ്രാഹിം മഖാമിൻ്റെ പിറകിലാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് കഅബ. ഇത് മസ്ജിദുൽ ഹറം. അപ്പോൾ ആദ്യം ഇവിടെ കൂടെ എൻട്രൻസ് ഉണ്ടാവും. എൻട്രൻസ് കൂടെ ഇവിടെ നിന്നാണ്ട് നമ്മൾ നിയ്യത്ത് വെക്കണം തവാഫിനുള്ള. അതിനുശേഷം ഇതാണ് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് നമ്മളെ ഇടതുഭാഗത്ത് വരുന്ന രീതിക്ക് നിന്നുകാണ്ട് ഇവിടെ കൂടെ ഇങ്ങനെ തവാഫ് ചെയ്യും. ഇത് സ്വർണ്ണപാത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ ദുആ ചെയ്താൽ അത് നല്ല ഇജാബത്ത് ഉണ്ടാവും, പ്രതിഫലം കിട്ടും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചുറ്റിയാണ്ട് ഇവിടെ എത്തുമ്പോൾ ഓരോ തവാഫായി. അങ്ങനെ 7 തവാഫ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇബ്രാഹിം മഖാമിൻ്റെ ബാക്കിൽ നിന്നാണ്ട് 2 റക്അത്ത് സുന്നത്ത് സ്കരിച്ചാണ്ട് ഇവിടുന്ന് ബാബുസായി എന്ന ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കാണ്ട് നമ്മൾ നേരെ സഫ മറുവേൻ്റെ ഉള്ളിൽ പോകും. ഇത് സഫ, ഇത് മറുവ. അതെ. പിന്നെ നമ്മൾ ഇവിടുന്ന് 7 അങ്ങോട്ടും ഇങ്ങോട്ടും സഹി ചെയ്യും. ഇവിടെ എത്തുമ്പോൾ നമ്മൾ റംലിൻ്റെ നടത്തുന്ന പറയും. അതായത് ഓടുമല്ല നടക്കുമല്ല. അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഇവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഇതാണ് മിന. നമ്മൾ ഹജ്ജിൻ്റെ ഇതിൽ നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോവുക. അവിടുന്ന് തവാഫിന് ശേഷം പിന്നെ അങ്ങോട്ട് മിനയ്ക്ക് വരും. മിനയിൽ നമ്മൾ ഒരു ദിവസം ഇവിടെ ദുൽഹിജ്ജ 8 ഇവിടെ പാർത്തിട്ട് നേരെ പിറ്റേ ദിവസം ദുൽഹിജ്ജ 9 രാവിലെ അറഫയ്ക്ക് പോകും. പ്രധാന ഘടകമാണ് അറഫ. അറഫയിലെ ജബലുർ റഹ്മയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദുആക്ക് നല്ല ഹിജാബത്ത് ഉണ്ടാവും. പിന്നെ നമ്മൾ നേരെ മുസ്ദലിഫയിൽ പോകും. അവിടെ നാട്ടുപാതിരക്ക് നമ്മൾ പാർക്കും. ദുൽഹിജ്ജ 10 ജംറത്തുൽ അഖബയിൽ എറിയാനുള്ള കല്ലുകളും അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ എറിയാനുള്ള കല്ലുകളും മൊത്തം 70 കല്ലുകൾ നമ്മൾ ശേഖരിച്ച് മിനയിലോട്ട് പിന്നെ പോകും. പിന്നെ അയ്യാമു തശ്രീഖിൻ്റെ ദിവസം 11, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ 3 ജംറക്കും നമ്മൾ 7 കല്ല് ചേർക്കും. ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കേണ്ട ഒരു കുടുംബം എങ്ങനെ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാമെന്നാണ്. ആദ്യം ഓരോ നാട്ടിലുള്ള എയർപോർട്ടിൽ നിന്ന് ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ട് വഴി വരും. മീക്കാത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക്
മീക്കാത്തിൽ നമ്മൾ പോകുന്ന സ്ഥലത്താണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യും. പിന്നെ ആദ്യം നമ്മൾ കുദൂമിൻ്റെ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കത്തേക്ക് കഅബയിൽ പോയി തവാഫ് ചെയ്യും. ഇബ്രാഹിം മക്കാമിൻ്റെ അടുത്ത് പോയി തവാഫിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സഫാ മർവിക്ക് സായി ചെയ്യാൻ വരും. സായി പറഞ്ഞാൽ 7 വട്ടം സായി ചെയ്യണം. ഹജ്ജിന് ദിവസത്തിന് കുറച്ച് മുമ്പാണെങ്കിൽ നമ്മൾ ഉംറ കഴിഞ്ഞിട്ട് നേരെ നമ്മളിനി മദീനത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യും. ജന്നത്തുൽ ബഖിയൊക്കെ സിയാറത്ത് ചെയ്യും. പിന്നെ മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ നിന്ന് മദീനയിൽ നിന്നാണ് വരുന്നതെങ്കിൽ മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ നിന്ന് ഇഹ്റാം ചെയ്ത് മിനയിൽ താമസിച്ച് അറഫയിൽ സന്ദർശിച്ച് ജംറകൾക്ക് കല്ലെറിഞ്ഞ് വീണ്ടും നമ്മൾ മക്കയിലേക്ക് തന്നെ തിരിച്ചെത്തി ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യും. ഇഫാദത്തിൻ്റെ തവാഫും കഴിഞ്ഞ് സായം ചെയ്ത് നമ്മൾ അവസാനമായ വിടവാങ്ങൽ തവാഫ് എന്ന് പറയുന്ന വിദാഅത്തിൻ്റെ തവാഫ് ചെയ്ത് മടങ്ങും. MLF മഅദിൻ ലേണിംഗ് ഫെസ്റ്റിവൽ കുട്ടികളുടെ പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെ അവരുടെ പഠനം അത് മെച്ചപ്പെടുത്താനും അവരുടെ ഓരോ കഴിവുകൾ പുരോഗതി പ്രാപിക്കാനും ആവശ്യമായ MLFൻ്റെ കീഴിൽ 100-ലധികം മത്സരങ്ങൾ അതെല്ലാം അവരുടെ പാഠഭാഗങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കുട്ടികൾ ഈ ഒരു കാലത്ത് പഠനത്തിനോട് പുറകോട്ട് പോകുമ്പോൾ അത് പല മത്സര രൂപത്തിലാക്കി കുട്ടികളെ പഠനത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത് നമ്മുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരു മോഡൽ ക്രിയേഷൻ. ഇത് 6ാം ക്ലാസ്സാണ്. ഇവർക്ക് കുറഞ്ഞ ടൈമേ കിട്ടിയിട്ടുള്ളൂ. പരിപൂർണമായിട്ടില്ലെങ്കിലും ഏകദേശം അവർക്ക് പറ്റാവുന്ന രൂപത്തിലൊക്കെ കാര്യങ്ങൾ സംഘടിപ്പിച്ച് നല്ല രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു ക്രിയേഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്.